എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല തിക്കും ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചൂര മീൻ തന്നെയാണ് കേട്ടോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു 1/2 കിലോയോളം വരുന്ന ചൂര മീനാണ് ഞാൻ ഇതിനാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ പോയാലോ. ആദ്യമേ തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചു അത് നന്നായി ചൂടായതിനു ശേഷം കടുക് താളിക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ കടുകിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുള്ളി ഇട്ടതിന് ശേഷം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വശക്കി കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ വശക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വശക്കിയതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ കറിവേപ്പില ചേർത്തതിന് ശേഷം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. ആ മീനിന് ആവശ്യത്തിനുള്ള മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ കൃത്യമായി തന്നെ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിട്ടതിന് ശേഷം നമുക്ക് ആ കുഞ്ഞുള്ളിയും കറിവേപ്പിലയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ഒരു മണം വരും. ആ മണം വരുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. അതിനുശേഷം രുചിക്ക് ആവശ്യത്തിന് എത്രത്തോളം ഉപ്പ് വേണോ ആ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ രീതിയിൽ മീൻകറി ഉണ്ടാക്കുന്നതിനായിട്ട് വാളൻ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പുളി ഞാൻ നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചിരുന്നു. ആ കുതിർത്ത പുളിയുടെ വെള്ളവും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ മീൻകറിയിലേക്ക് ഇന്ന് ഞാൻ മുരിങ്ങയ്ക്ക മാത്രമാണ് ചേർക്കുന്നത്. ഞാൻ ആ മുരിങ്ങയ്ക്ക കൂടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അതുകൂടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മീൻകറിയുടെ ഗ്രേവിക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും ചേർത്ത് ഞാനൊരു മൂടി കൊണ്ട് തിള വരുന്നത് വരെ ഞാനിത് അടച്ചു കൊടുക്കുവാണേ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് തിളച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് നേരത്തെ തന്നെ വെട്ടി ക്ലീനാക്കി കഴുകി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഇത് വേകാനുള്ള സമയം കൊടുക്കാം. ഇത് മൂടി വയ്ക്കുന്നതിന് മുന്നേ ഒരല്പം കറിവേപ്പില കൂടി ഇടാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. അതുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നോക്കി ഇതുപോലെ മീൻകറി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ഗ്രേവിയോട് കൂടി തന്നെ മീൻകറി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാനായിട്ട്. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചുറ്റിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി എല്ലാവരും തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം എൻ്റെ ചാനലിൽ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ.